ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാമിന് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ബുധനും ഭൂമിക്കുമിടയിൽ, ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ, ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ, ബുധനും ശുക്രനുമിടയിൽ. എവിടെയാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ്. മറ്റൊരു ചോദ്യം, ചന്ദ്രനിലേതുപോലെ നിരന്തരമായ ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. എന്തായിരിക്കാം കാരണം? കാരണം ഭൂമിക്ക് അന്തരീക്ഷം ഉള്ളതിനാലാണ് നിരന്തരമായ ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാവാത്തത്. വായുമായി ഉരഞ്ഞ് ഉൽക്കകൾ കത്തും. അങ്ങനെ അന്തരീക്ഷം ഭൂമിയെ ഉൽക്കാപതനത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഉൽക്കാപതനം കുറവാണ്, ചന്ദ്രനിൽ വളരെയധികം കൂടുതലാണ്. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ അംഗങ്ങളെ പട്ടികപ്പെടുത്തുക. സൂര്യൻ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ. ഒന്നും കൂടെ വായിക്കാം. സൂര്യൻ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ. മറ്റൊരു ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ നമ്മൾ പറയുന്നതാണ് ക്ഷീരപഥം എന്ന്. ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ഇനി എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? IAU ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുള്ളൻ ഗ്രഹത്തിന് ഉദാഹരണമാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ. എന്താണ് വാൽനക്ഷത്രങ്ങൾ? അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ് വാൽനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ് വാൽനക്ഷത്രങ്ങൾ. വാൽനക്ഷത്രങ്ങൾക്ക് ഉദാഹരണം ഐസൺ, ഹാലിയുടെ വാൽനക്ഷത്രം. ഓക്കെ, ചിലപ്പോൾ ഉദാഹരണം എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുക. ഐസൺ ആൻഡ് ഹാലിയുടെ വാൽനക്ഷത്രം. ഓക്കെ, ഇനി നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? ഏതെല്ലാം? എത്രയാണ്? 8 ഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 ഗ്രഹങ്ങളാണ്. ഒന്നുകൂടെ പഠിച്ചു വെക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യൻ ആണെന്ന് ആദ്യം പറഞ്ഞതാരാണ്? നിക്കോളസ് കോപ്പസ് ആണ്. ഓക്കെ, ഇനി സൂര്യനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾക്ക് പട്ടികപ്പെടുത്താൻ വരാറുണ്ട്. സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും, പ്രകാശിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് സൂര്യനെ എഴുതാം. സൗരയൂഥത്തിലെ കേന്ദ്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെ, ഇനി എന്താണ് നക്ഷത്രങ്ങൾ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ ആണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. എന്താണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുക. എന്താണ് ഭ്രമണപഥം? സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപാതയാണ് നമ്മൾ ഭ്രമണപഥം എന്ന് പറയുക. ഭ്രമണപഥം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ പരിക്രമണം എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. What are the stars? Stars are giant celestial bodies that burn by themselves. What are planets? The celestial bodies that rotated themselves while revolving around the sun are called planets. What is orbit? The path of planet around the sun is called the orbit. What are the satellites? Satellites are celestial bodies that revolve around the planets. How many planets are there in our solar system? Which are they? 8 planets. One is Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus, Neptune. Who was the first to say that the sun is the center of the solar system? That is Nicholas Copernicus. Okay. Next one. What is the full form of IAU? International Astronomical Unit. I means international, A means astronomical, U means union. Okay, so International Astronomical Unit is a short form of IAU. What are the dwarf planets? Dwarf planets are the planets that do not meet the conditions set by IAU. An example of dwarf planet is Pluto. The rare visitors to the solar system. Comet. What are the comets? They are lumps of a cosmic dust and a snow particles. An example of comets, Ison, Halley comet. Okay, then next മലയാള മീഡിയമാണ്. ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഇത് വളരെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. ഇതെവിടെയാണ്? നേപ്പാളിലാണ്. ഇനി ആഫ്രിക്കൻ വൻകരയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആഫ്രിക്ക വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ജനവാസത്തിൽ 2ാം സ്ഥാനം. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്, അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ വൻകരയിൽ കാണുന്നു. ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ മരുഭൂമിയായിട്ടുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. ഏതാണ് മരുഭൂമി? സഹാറ. ഓക്കെ. ഇനി വടക്കേ അമേരിക്ക എന്ന വൻകരയുടെ സവിശേഷതയാണ് നോക്കുന്നത്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്. അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 തടാകങ്ങൾ ഇവിടെയുണ്ട്. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, എക്സിമോകൾ ഇവിടെ പ്രത്യേകതയാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഓക്കെ. ഇനി ഇഗ്ലൂ എന്നാൽ എന്ത്? ഇഗ്ലൂ എന്താണ് അർത്ഥമാക്കുന്നത്? മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന എക്സിമോകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന തടാകങ്ങൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. ഇതിൻ്റെ പേരും കൂട്ടുകാരൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അന്റാർട്ടിക്കയുടെ സവിശേഷതയാണ് നോക്കുന്നത്. വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേക്ഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല കേന്ദ്രങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം എന്നറിയപ്പെടുന്നതും അന്റാർട്ടിക്കയാണ്. മൈത്രി, ഭാരതി എന്നീ പേരുകൾ അറിയപ്പെടുന്നത് എന്താണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈത്രി, ഭാരതി. ഓക്കെ. ഇനി ഭൂമിയിലെ വൈവിധ്യവും വിഭവസമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. എന്തുകൊണ്ട്? ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കരയിലും സമുദ്രങ്ങളിലുമായി നിലകൊള്ളുന്ന വിഭവസമ്പത്ത് വരും തലമുറകൾക്ക് കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെ. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കുന്നത്. വിച്ച് കോണ്ടിനെൻറ്റ് ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ? വിച്ച് വൺ? ഏഷ്യ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോണ്ടിനെൻറ്റ് ഓഫ് ഏഷ്യ? ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ Indian Ocean. It is the world's most populated continent. India is part of this continent. Mount Everest, the largest peak in the world, is situated here. The continent has regions that enjoy diverse climatic features like heavy rain, raw rainfall, snowfall, extreme heat, moderate heat, and cold. Crops like paddy, wheat, and maize are cultivated in this continent. Asia is the largest producer of paddy in the world. The highest peak in the world, which one is? Mount Everest. Mount Everest is situated in which country? That is in Nepal. Then what is the meaning of Himalaya? Snow covered. Meaning of Himalaya is snow covered. Okay. In which continent India is situated? Which continent? Asia. What are the features of the continent of Africa? Africa is the second largest continent. It is located between the Indian Ocean and the Atlantic Ocean. It stands second in population. Most of the regions are desert, hence agriculture is sparse. The Sahara is the world's largest desert. Is located in here. The Nile and world's longest river flows through this continent. Dense forest with the world's richest animal diversity exists in this continent. Name of the continent in which major parts consist of a desert, that is Africa. The desert name is Sahara.
Then what is the features of the continent North America? It is located between the Pacific Ocean and Atlantic Ocean. It will stand third in size. Mount McKinley in the Alaska Mount Range is the highest peak. The 5 Great Lakes, which together hold 21% of the world's available fresh water, are located here. The Inuits, Eskimos living in snow-covered regions, are a special features of this continent. The climate and soil are suitable for agriculture. It is the world's largest producer of wheat. Then deepest part of the Atlantic Ocean, which one? Puerto Rico Trench. What are the features of the Indian Ocean? Third in size. This ocean has the distinction of being an ocean named after country. The Arabian Sea and the Bay of Bengal are parts of the Indian Ocean. Then what is the third largest ocean? That is Indian Ocean. The name of the continent bordering the Indian Ocean: Africa, Australia, Asia. The ocean where we can see coral reefs, that is Indian Ocean. Okay. Then like continent, oceans are also playing an important role in sustaining life on the earth. Evaluate. Man depends on the earth's land masses for basically needs like water, food, shelter and clothing. Like the continent, the oceans also play an important role in making life on earth possible. We utilize the oceans directly or indirectly for various purposes such as fishing, minerals, exploration, transport and recreation. It is the duty of every individual to preserve the resource, the diversities on earth. Why? It is the duty of every individual to preserve the resource on land and water for future generation. Then Olympics flag contains 5 rings. Those rings represents 5 continent. Answer ഏതൊക്കെയാണ്? ഏഷ്യ യെല്ലോ, യൂറോപ്പ് ബ്ലൂ, ആഫ്രിക്ക ബ്ലാക്ക്, അമേരിക്ക റെഡ്, ഓസ്ട്രേലിയ ഗ്രീൻ. ഓക്കെ, ഇതാണ് ഒളിമ്പിക്സ് ഫ്ലാഗിൽ കാണുന്ന 5 റിങ്സിൽ കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഓരോ കോണ്ടിനെൻറ്റിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇരുമ്പ് കണ്ടെത്തി ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് മനുഷ്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന കാലമായിരുന്നു. അതിനെക്കുറിച്ച് സമർത്ഥിക്കുക. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ചെമ്പ്, വെങ്കലം എന്നിവയേക്കാൾ കൂടുതൽ ഉറപ്പുള്ളതും ചെലവ് കുറഞ്ഞതുമായ കൃഷി ഉപകരണങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിഭൂമികളാക്കി. ഇതോടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കൃഷിയിടങ്ങളോട് ചേർന്ന് മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി. കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ തേടി കടൽ മാർഗം വിദേശികൾ എത്താൻ തുടങ്ങി. അവരിൽ നിന്ന് പ്രതിഫലമായി സ്വർണം സ്വീകരിച്ചു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു. അപ്പോൾ ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇരുമ്പ് കണ്ടെത്തിയത് ഗംഗാ സമതലത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ഗംഗാ സമതലത്തിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം, പുതിയ ഗോത്രങ്ങളുടെ ആവിർഭാവം, ജനസംഖ്യാ വളർച്ച. ഇനി ഗംഗാ സമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, ധാരാളം മഴ. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്യാൻ അവർക്ക് ഒരുപാട് സഹായിച്ചു. ഇരുമ്പ് അവർ കണ്ടെത്തി. അതുപോലെ കൃഷിയുടെ ഉൽപ്പാദനം കൂടി, ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി. അതുപോലെ നഗരങ്ങൾ വന്നു. അതുപോലെ അങ്ങനെ ഓരോന്നായിട്ട് വളരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും. അപ്പോൾ കൂട്ടുകാർ ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.